മുരളി മാധവൻ സാറ് നമുക്ക് അദ്ദേഹം നിർത്തിവെച്ചെടുത്ത നിവൃത്തിധർമ്മം എന്നുള്ളതിൻ്റെ ഒരു പ്രായോഗിക ജീവിത പദ്ധതി അതിൽ കൂടുതൽ വെളിച്ചം വീശുന്ന രീതിയിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനത് പറയാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് ഈ സംവാദത്തിൻ്റെ ഒരു സന്ദേശമായിട്ട് അങ്ങേക്ക് പറയാനുള്ളത്? നിങ്ങൾ ഇപ്പോൾ പലരും പല ദൃഷ്ടികോണിൽ നിന്നും വാനപ്രസ്ഥത്തെ കണ്ടതാണ് ഇപ്പോൾ കണ്ടത്. ഇതെല്ലാം ശരിയാണ്, ഇതെല്ലാം ശരിയാണ്. 90 വയസ്സായ മുത്തശ്ശി, എൻ്റെ അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ മുത്തശ്ശിയെ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ തൈര് കലക്കുമ്പോൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലും, ദോശ ഉണ്ടാക്കുമ്പോൾ വേറൊരു സ്തോത്രം ചൊല്ലും. എല്ലാം നിഷ്കാമാണ്, എല്ലാം അനാസക്തമാണ്, ഒന്നിനോട് അറ്റാച്ച്മെൻ്റ് ഇല്ല. ഈ അറ്റാച്ച്മെൻ്റ് ഇല്ലായ്മയാണ് നിവൃത്തിമാർഗം എന്ന് പറഞ്ഞത്. പക്ഷെ ഗൃഹസ്ഥാശ്രമത്തിൽ അത് സാധ്യമല്ല. ഗൃഹസ്ഥാശ്രമത്തിൽ നമ്മൾ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഫലം, ഇപ്പോൾ യാഗാദി കർമ്മങ്ങൾ വേദത്തിലൊക്കെ പറയുന്നുണ്ട്. യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ യജമാനൻ അതിന് ഫലം ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ആ യാഗം ചെയ്യണത്. വ്യക്തിപരമായി തനിക്ക് ഇന്നത് വേണം, പുത്രകാമേഷ്ടി, പുത്രൻ ഉണ്ടാവണം, രാജസൂയം, അശ്വമേധം, ഇങ്ങനെയുള്ള ഇതൊക്കെ കർമ്മങ്ങളാണ്, വേദപ്രോക്തമായിട്ടുള്ള കർമ്മങ്ങളാണ്. എന്താണ് ഈ ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും തമ്മിലുള്ള വ്യത്യാസം വെച്ചാൽ ചെറിയൊരു വ്യത്യാസം, അത് വളരെ വലിയ വ്യത്യാസമാണ്. ആസക്തമായിട്ട് ആസക്തിയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളാണ് ഗൃഹസ്ഥാശ്രമത്തിലുള്ളത്. ഫലം ഇച്ഛിക്കുന്നുണ്ട്, പക്ഷെ ഫലം ഇച്ഛിക്കാത്തതാണ് വാനപ്രസ്ഥത്തിലെ കർമ്മങ്ങൾ. ഇവിടെ വനത്തെക്കുറിച്ച് പറഞ്ഞു. എന്താണ് വനം? എന്താണ് ആരണ്യകങ്ങൾ എന്ന് പറഞ്ഞൊരു വേദ വിഭാഗമുണ്ട്. സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. സംഹിത ബ്രഹ്മചര്യത്തിനോടും ബ്രാഹ്മണങ്ങൾ ഗാർഹസ്ഥ്യത്തിനോടും ആരണ്യകങ്ങൾ വാനപ്രസ്ഥത്തിനോടുമാണ് ചേർന്നത്. അവിടെ വനം ഇവിടെ അരണ്യമുണ്ട്, തന്നെ സെയിമാണ്. അരണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഇദ്ദേഹം പറഞ്ഞതിനെ ഞാൻ ഒന്നും കൂടി വ്യക്തമാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ മറ്റൊരു ഡയമെൻഷൻ കാണിച്ചു തരികയാണ്. ഐതരേയ ആരണ്യകം എന്ന ഋഗ്വേദത്തിൻ്റെ ഒരു ആരണ്യകമുണ്ട്. ഐതരേയ മഹീദാസൻ എന്ന് പറഞ്ഞൊരു ഋഷി ആണ്. മഹാപ്രതാപശാലിയായിരുന്ന, വളരെ ദിഷണാശാലിയായിരുന്ന, ഒരുപക്ഷെ ആരണ്യകങ്ങളിലെ സിംഹഭാഗവും അതിൻ്റെ ആശയങ്ങൾ കൊണ്ടുവന്നത് ഐതരേയ മഹീദാസനാണ്. അദ്ദേഹത്തിന് ഐതരേയ മഹീദാസൻ എന്ന് പറയാം. ഐതരേയം എന്ന് പറയുന്നത് വേദത്തിൻ്റെ ശാഖയാണ്. കൗശിതകി എന്നൊക്കെ പറഞ്ഞ പോലെ, സാംഖായനം എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ ഇവിടെ ആരണ്യകത്തിനെ കുറിച്ച് അർത്ഥം പറയുമ്പോൾ അരണം എന്ന് പറഞ്ഞാൽ ബ്രഹ്മതത്വം എന്നാണ് അർത്ഥം. ആത്മതത്വം, ബ്രഹ്മതത്വം എന്നാണ് അരണം എന്നുള്ള പദത്തിനർത്ഥം. അരണങ്ങൾ ഉള്ളത് ആരണ്യകം. ബ്രഹ്മതത്വത്തെക്കുറിച്ചിട്ടുള്ള ചിന്ത തുടങ്ങുന്നത് നിവൃത്തിമാർഗം തുടങ്ങിയാൽ പിന്നെ അനുസ്യൂതമായിട്ട് നമ്മൾ ആലോചിക്കുന്നത് ഈ നിത്യമായിട്ടുള്ള തത്വത്തെക്കുറിച്ചാണ്. അത് ഇതുവരെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്ത അനിത്യമായിട്ടുള്ളതാണ്. ഗൃഹസ്ഥാശ്രമി ഇപ്പോൾ യാഗം ചെയ്തു, പുത്രൻ ഉണ്ടാവാൻ യാഗം ചെയ്തു, പുത്രൻ ഉണ്ടായി, ഫലം ഉണ്ടായി. പക്ഷേ പിറ്റേ ദിവസം ആ പുത്രൻ മരിച്ചു പോവില്ല എന്നതിന് ഇതൊന്നുമില്ല, ആ പുത്രൻ മരിച്ചു പോവാം. അപ്പോൾ ആ ഫലം നിൽക്കണില്ല, ഫലം സ്ഥായിയല്ല. കർമ്മങ്ങൾ ചെയ്യാം, പക്ഷെ ചെയ്താൽ അതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് നിത്യമായിട്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല, നിത്യമായിട്ട് ഉണ്ടാവില്ല. കർമ്മങ്ങൾ, ലൗകിക കർമ്മങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് ഒരു മോചനം എന്ന് നമ്മൾ നമ്മുടെ ജീവിതാനുഭവം കൊണ്ട്, ഇത് ഈ കാലത്തും പ്രസക്തമാണ്, ഈ ആധുനിക കാലഘട്ടത്തിലും പ്രസക്തമാണ്. നമ്മൾ ഇതേവരെ ചെയ്തതൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തു, ഇതൊക്കെ ഫലസിദ്ധിക്ക് വേണ്ടിയാണ് ചെയ്തത്.
ഇതിന് പലതിനും ഫലമൊന്നും കാണുന്നില്ല, ഉണ്ടായ ഫലം നിലനിൽക്കുന്നില്ല. ഇതിൽ നിന്നൊരു രക്ഷ എന്താ? ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കും. ആ ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കുന്ന ജീവിതത്തിൻ്റെ തൻ്റെ ഉത്തരാർത്ഥമാണ് ഈ വാനപ്രസ്ഥ കാലം. അപ്പോൾ ആ അരണ്യം എന്ന് പറഞ്ഞാൽ കാട് എന്ന് പിന്നീട് വന്നു ചേർന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അരണങ്ങളെ, അതായത് ബ്രഹ്മതത്വങ്ങളെ, ജ്ഞാനതത്വങ്ങളെ, ആത്മതത്വങ്ങളെ വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും പാഠശാലകളിൽ ചെയ്യുന്ന, പാഠശാല എന്ന് പറഞ്ഞാൽ കെട്ടിടമൊന്നുമില്ല, കുറേ വൃക്ഷങ്ങളുടെ തണലിലാണ്. അടുത്ത കാലത്ത് വരെ ഇന്ത്യയിലെ ശാന്തിനികേതനത്തിലൊക്കെ അങ്ങനെയായിരുന്നു, വൃക്ഷഛായകളിലാണ്. നമ്മുടെ ഏറ്റവും നമ്മളൊക്കെ സ്മരിക്കുന്ന ദക്ഷിണാമൂർത്തിയുടെ സങ്കല്പം തന്നെ എങ്ങനെയാണ് അല്ലേ? എന്താണ്? വൃദ്ധാ ശിഷ്യ ഗുരുർ യുവ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയാ. ആ ദക്ഷിണാമൂർത്തി ഗുരുനാഥൻ ഇരിക്കുന്നത് ഒരു വൃക്ഷത്തിൻ്റെ തണല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഇങ്ങനെ കാടുകളിൽ വെച്ച് ചെയ്യുന്നത് കൊണ്ട് അരണങ്ങൾ എന്ന് പറഞ്ഞാൽ അരണങ്ങൾ ഉള്ളത് ആരണ്യകം. ആ ആരണ്യകമാണ് വാനപ്രസ്ഥത്തിൻ്റെ വിഷയം. വാനപ്രസ്ഥത്തിൽ ജീവിതത്തിനോടുള്ള ഡിറ്റാച്ച്മെൻ്റാണ്. എങ്ങനെ നമ്മൾ ജീവിതത്തിൽ ആഗ്രഹങ്ങളില്ലാതെ പ്രതിഫലങ്ങൾ ഇച്ഛിക്കാതെ നമ്മൾ ഇത്രയും കാലം പ്രതിഫലം കൊണ്ട് സുഖമായിട്ട് ജീവിച്ചു. ധാരാളം ശമ്പളം കിട്ടി, ഇല്ലെങ്കിൽ അധ്വാനിച്ച് കുറേ കാശുണ്ടാക്കി, അതൊക്കെ സുഖമായിട്ട് നമ്മൾ ഉപയോഗിച്ചു. കുട്ടികളെ പഠിപ്പിച്ചു, അവരൊക്കെ മിടുക്കന്മാരായിട്ട് ജോലിയൊക്കെ കിട്ടി, അവരൊക്കെ നല്ല നിലയിലായി. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്നും ഇല്ലാതെ കണ്ട് കുറച്ച് കാലം ജോലി ചെയ്തൂടെ? ആ ജോലി ചെയ്യാനുള്ള കാലമാണ് ഈ വാനപ്രസ്ഥത്തിൻ്റെ കാലം. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ കാട്ടിലേക്കൊന്നും പോകണ്ട. കാട് എന്ന് അർത്ഥം അതിനില്ലതാനും. ഇദ്ദേഹം അത് വളരെ ക്ലിയറായിട്ട് സൂചിപ്പിച്ചു. അതിനാണ് ഞാൻ ആരണ്യം എന്നുള്ള വാക്ക് പ്രത്യേകിച്ച് എടുത്ത് കാടല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അരണങ്ങൾ ഉള്ളത് ആരണ്യകം എന്ന പദം പിന്നീട് കാട് എന്നുള്ള അർത്ഥത്തിൽ വന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വിദ്യാലയങ്ങളൊക്കെ കാട്ടിലാണ് പഠിക്കുന്നത്. ഏകാന്തതയിലാണ് പഠിപ്പിക്കാൻ എളുപ്പേ. ബഹളത്തിലൊരു സിറ്റിയുടെ നടുവിൽ പഠിപ്പിക്കാൻ പറ്റില്ല. ഭയങ്കര ശബ്ദകോലാഹലങ്ങളായിരിക്കും. ഒരു ഏകാന്തത വേണം അധ്യയനത്തിനും അധ്യാപനത്തിനും. അതിന് കാടാണ് നല്ലത്. കുറേ കൂടെ ആന്തരികമായിട്ട് നമ്മളിലേക്ക് ഉള്ളിലേക്ക് ഊളയിട്ട് പോകേണ്ടതാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് ആത്മജ്ഞാനത്തെക്കുറിച്ചുള്ള പഠനം ഉള്ളിലേക്കാണല്ലോ, അന്തർമുഖമായിട്ടല്ലേ. അപ്പോൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. ജനസമൂഹത്തിന് വിവേകാനന്ദ സ്വാമികളൊക്കെ പറയുന്ന പോലെ മാനവസേവ മാധവസേവ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ പകുതി നിങ്ങൾ ഈശ്വരന് അർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഈശ്വര സേവയ്ക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഉപാസനയാണല്ലോ വാനപ്രസ്ഥത്തിൻ്റെ പ്രധാന കാര്യം. ആരണ്യകങ്ങളിൽ ഉപാസനയാണ്. കർമ്മത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് എത്താനുള്ള ഒരു നടപ്പാതയാണ് ഈ ഉപാസന. അത് സഗുണോപാസനയാവാം, നിർഗുണോപാസനയാവാം, ഒക്കെ ആവാം. ആദ്യം സഗുണമായിട്ട് തുടങ്ങും, പിന്നെ കുറേ കഴിഞ്ഞാൽ ആ ഗുണങ്ങളൊക്കെ അങ്ങ് പോവും, നിർഗുണമായിട്ട് മാറും, അത് ഉദാത്തമാവും. അങ്ങനെ ഉദാത്തമായ ആ ഉപാസനയിലൂടെ നിങ്ങൾക്ക് സമൂഹത്തെ സേവിക്കാനുള്ളതായിരിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അപ്പം നല്ല ആരോഗ്യം 50 വയസ്സ് ഒക്കെ കഴിഞ്ഞാലാവാമെന്നാണ് ഏതാണ്ട് കണ്ണമംഗലം പറഞ്ഞത്. ഞാൻ 50 ഇല്ലെങ്കിലും ഒരു 60 വയസ്സ് കഴിഞ്ഞാലെങ്കിൽ ഷഷ്ടിപൂർത്തി കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഒന്ന് ആലോചിക്കാം. എങ്ങനെ നമ്മുടെ ജീവിതം സാർത്ഥകാക്കാം? പണമൊന്നും വാങ്ങാതെ, യാതൊരു ലാഭേച്ഛയുമില്ലാതെ. അതിൻ്റെ ഒരു ആനന്ദം എന്തൊരു വലുതാണെന്നറിയാമോ? നിങ്ങൾ പണം വാങ്ങിയിട്ടൊരു സാധനം ചെയ്യുന്നതും പണം വാങ്ങാതെ നമ്മൾ സമൂഹത്തിന് വേണ്ടി കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ മേന്മ വളരെ വലുതാണ്. ഇത് ഉപനിഷത്തിൻ്റെ മുഴുവൻ സന്ദേശം ഇതാണ്. തേന ത്യക്രേന ഭുഞ്ചീതാ, ത്യാഗം കൊണ്ടുള്ള ഭോഗം ഇതാണ്. ഇതിനുള്ള കാലാണ് വാനപ്രസ്ഥം. അതും കഴിഞ്ഞ് പിന്നെ സന്യാസത്തിലേക്ക് കിടക്കുമ്പോൾ പിന്നെ ഇതൊക്കെ പ്രചരിപ്പിച്ചാൽ മതി, പിന്നെ ഒന്നും ചെയ്യണ്ട.
പിന്നെ അദ്ദേഹത്തിന് ഒരു പ്രവൃത്തിയില്ല. അദ്ദേഹം ഇതൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നാൽ മതി. ഇതാണ് വാനപ്രസ്ഥത്തെക്കുറിച്ചിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിന് പറ്റിയ ഒരു ചിന്താ പദ്ധതി എന്ന് തോന്നുന്നു. ആ രീതിയിൽ നമുക്ക് രൂപപ്പെടുത്തണമെങ്കിൽ നമുക്ക് അതിനുള്ളൊരു സിലബസ് ഉണ്ടാക്കണം. അതാണ് ദിനചര്യ, അധ്യാത്മ ദിനചര്യ എന്ന് പറഞ്ഞല്ലോ. ഈശ്വര സേവ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ ഒരു പടം വെച്ച് അല്ലെങ്കിൽ ഒരു പ്രതിമ വെച്ച് അതിൻ്റെ മുമ്പിൽ 24 മണിക്കൂർ ഇരുന്നാൽ അത് ഈശ്വരൻ തന്നെ ബുദ്ധിമുട്ടാവും എന്ന് ഏതോ ഒരു സിനിമയിലെ ശ്രീനിവാസനോട് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ വേറെ ആളുകൾക്ക് മുമ്പിൽ വന്നിരിക്കേണ്ടതല്ലേ. നിങ്ങളെ എല്ലാ മനുഷ്യരെയും ഈശ്വരനായിട്ട് കാണൂ. എല്ലാവരിലുള്ള ആത്മതത്വം തന്നെയാണ് ഈശ്വരൻ. എന്നിൽ പ്രതിഫലിക്കുന്ന ആത്മാവ് ഈശ്വരനാണെന്ന് ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങളിൽ പ്രതിഫലിക്കുന്നതും അതേ ആത്മാവാണ്, അതേ തത്വമാണ്, അതേ ഈശ്വരനാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമൂഹ സേവനത്തിനൊന്നും ഒരു പ്രയാസമില്ല. വളരെ അനായാസന ചെയ്യാൻ പറ്റും. ഇത് വളരെ ലളിതമായി പ്രായോഗികമാക്കാൻ കഴിയുന്ന സംഗതിയുമാണ്. അങ്ങനെ നമുക്ക് നിഷ്കാമമായിട്ടുള്ള, ഇത് ഭഗവത്ഗീതയൊക്കെ പറയുന്നതാണ്. നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ ആത്യന്തികമായി ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്ന വിഷയം ഇതാണ്. ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനിയും പലരും പറയാനുള്ളത് കൊണ്ട് ഞാൻ നീട്ടുന്നില്ല. നമസ്കാരം.